നമ്മുടെ മൈക്കിന്റെ ഈ സാധനം ഒന്ന് ഒടിഞ്ഞു പോയായിരുന്നേ. അപ്പൊ നമുക്കിനി ഇത് കണ്ടോ, ഒടിഞ്ഞു ഞാനൊരു ക്ലിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. കോലം കെട്ടൊക്കെ ഇരിക്കുക. ഞാനിതിങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറത്തേക്ക് കൊടുത്താം. എല്ലാം സെക്യൂറായിട്ടിരുന്നു. അതിൻ്റെ മാലയൊക്കെ ഒന്ന് കഴുകാനിട്ടിരിക്കുവാണ്. ഇന്നത്തെ നൈറ്റ് ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഫസ്റ്റ് വെള്ളം എടുത്തിട്ട് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഡോറ് ക്ലോസ്. ഇത് ഞാൻ ഡോറ് ഈ ആ ജനല്, ഇത് ഈ ജനലാണോ, ഇതേ ഈ ജനല് തുറന്നിടുമ്പം ഇവിടെ എന്നാ ഈ കാറ്റടിച്ച് ശക്തമായിട്ട് ഡോർ അടയ്ക്കും. അപ്പോഴത്തേക്കും ഞാൻ അതിന് ഒരു സംഭവം കണ്ടുപിടിച്ചാണ്. ഈ സംഭവം ഇതുണ്ടോ, ആ സംഭവം കണ്ടുപിടിച്ചാൽ മതി. ഇതിങ്ങനെ ഇങ്ങനെ കൊളുത്തി വെക്കും. ഒരാൾ ഉറങ്ങിക്കിടക്കും. അപ്പൊ എൻ്റെ മകൾ ഉറങ്ങുവാണ്. ഈ സംഭവം ഞാൻ പകലിട്ടേക്കും. പിന്നെ ഒരു സംഭവം, ഈ കുഞ്ഞു പുള്ളിനെ കണ്ടോ ആ നമുക്ക് അടുത്തേക്ക് എടുക്കാം. ഇത് കണ്ടോ ഇതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വേറെ ഒന്നും കുരുങ്ങാൻ പാടില്ലല്ലോ. ഈ കഥ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്ത്. അപ്പം ഏകദേശം പരിപാടികളൊക്കെ കഴിയും. പിന്നെ നെക്സ്റ്റ് ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഡോറ് ക്ലോസ് ചെയ്ത് എന്റെ പരിപാടികളൊക്കെ തീരും. പിന്നെ ഒരു സംഭവം നിങ്ങൾ കാണിക്കാനുണ്ട് കേട്ടോ. എന്റെ മാളയിൽ നിന്ന് ഉറക്കട്ടെ. പറയട്ടെ, തിരിഞ്ഞു കിടന്ന് ഉറങ്ങിക്ക്. എന്തുപറ്റി? നമുക്ക് ജസ്റ്റ് കുറച്ച് വീടുകളിൽ ഇതുണ്ടോ, എനിക്കിത് ഞാൻ കൃഷ്ണാസിന്ന് ഒരു ഷോള് വാങ്ങിക്കാൻ വരും. ഒരു കൃഷ്ണാസ്, ആലപ്പുഴ കൃഷ്ണാസാണ്. അപ്പൊ ഞാൻ ഈ ഷോള് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അവരിങ്ങനെ ഷോൾ ഇങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്യുന്നൊരു സംഭവം, ഒരു ഹാങ്ങറാണ്. അവർക്ക് കടയിൽ നിന്ന്, അതായത് അവർക്ക് ക്ലോത്ത് എടുക്കാൻ പോകുന്നിടത്തു നിന്ന് അങ്ങനെയാണ് ഇവർക്ക് തരുന്നത്. ഹാങ്ങർ തൂക്കിയാണ് അവർ കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും അവരത് എല്ലാം കൂടെ ബൾക്കായിട്ട് എടുത്തിട്ട് കളയുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാനിങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്ക് അത് വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കൃഷ്ണാസിലെ ചേച്ചിയോട് ചോദിച്ചു. അപ്പൊ ചേച്ചി തന്നാണ് ഈ ഹാങ്ങേഴ്സ്. ഇത് ഞാൻ ഇട്ട ക്ലോത്തൊക്കെ കണ്ടോ, ഇട്ട ക്ലോത്തൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊക്കെ വെച്ചു. അല്ലെങ്കിൽ ഇനി താഴെ വീണത് കംപ്ലീറ്റ് ആയതുകൊണ്ടത് അലങ്കോലമായിട്ടിരിക്കുവാണ്. ഇത് ജസ്റ്റ് വേറെ ഇത് കണ്ടോ, ഇത് എൻ്റെ ബ്ലൂടൂത്ത് ആണ്. ഇത് കണക്ട് ചെയ്ത് ഞാൻ പാട്ടൊക്കെ വീട്ടിൽ കേൾക്കാറുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ക്യാപ്പും പിന്നെ സ്റ്റെതസ്കോപ്പൊക്കെയാണ്. കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് തൂക്കിയിട്ടില്ല. അവിടെ സാധനങ്ങളൊക്കെയാണ് അങ്ങനെ ഒരു സാധനം. പിന്നെ ഇത്
ഇതൊരു സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ എല്ലാം നാട് ഷൂ പോളിഷാണ്. ഇന്ന് അറിയാമല്ലോ നമ്മുടെ ബീട്രൂട്ട് പൗഡറാണ്. ഇത് തുണിയൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇടുന്ന സംഭവമാണ്. കംഫർട്ട് ഇത് ഇവിടെ കണ്ടോ, അതിന്റെ തോർത്ത് തൂക്കിയിടാൻ പറ്റി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, പിന്നെ മെഡിസിൻ ബോക്സ് ആണ് കേട്ടോ. ഇതിന്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ കണ്ടോ, മെഡിസിനും ടാബ്ലറ്റ് ഒക്കെ ഇടുന്ന ഒരു ചെറിയത്. ഇതൊക്കെ ഇടുന്ന കുറച്ച് ചെറിയ ചെറിയ പരിപാടികൾ, ഇങ്ങനത്തെ സുരക്ഷിത പരിപാടികളൊക്കെ എനിക്കുണ്ട്. പിന്നെ ഇതെന്റെ ബെൽറ്റ്, ഇതെന്റെ ഫേവറേറ്റ് ബെൽറ്റ് ആണ്. അതായത് ഇതാകുമ്പം അറിയാലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ബെൽറ്റാണ് ഏറ്റവും കംഫർട്ടബിള്. ഇത് ഈ അടുത്തൊരു സംഭവം വെച്ചില്ല, ഇവിടെ ചെറിയ ഇത് നമ്മുടെ എന്തിന്റെ ഹെഡ്സെറ്റിന്റെ ഒരു ഇതാണ്. അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഒരു മിനിറ്റ്, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഇങ്ങനെ കമ്മലുകൾ, ജുംകാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചുമ്മാ ഇട്ട് വെക്കാനുള്ള ഇതാണ്. പിന്നെ ഇത് എൻ്റെ ഒരു കലണ്ടറാണ്. ഇത് ഈ കലണ്ടർ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ കഥകളിയുടെ ഒക്കെ ഒരു സ്റ്റോക്കാണ്. പക്ഷെ അത് പൊട്ടിപ്പോയി. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇത് കളയണ്ടല്ലോ, യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് ഇതിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തിരുക്കുടുംബത്തിന്റെ ഒരു ഫോട്ടോ, പിന്നെ ഒരു കലണ്ടർ. ഈ കലണ്ടർ ഇതിങ്ങനെ കാറ്റടിക്കുമ്പം പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു ക്ലിപ്പ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം കിളീനെ തട്ടി കളയരുതല്ലോ. തേന ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഊരിയിട്ട് ഡേറ്റ്, അതായത് വ്യാഴാഴ്ചയല്ലേ, ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തോളൂ. നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ വെള്ളിയാഴ്ച ആകുമ്പോൾ അത് മാറ്റും. 23-ാം തീയതി ഒരു ഫംഗ്ഷൻ ഉണ്ട്. 23-ാം തീയതിയാണ് ഞങ്ങള് എറണാകുളം പോകാൻ പ്ലാൻ ചെയ്തു. അപ്പൊ ഞങ്ങളതൊക്കെ മാറ്റി വെച്ചു. ഓക്കെ, അപ്പം ഇത് ഒരു ഐഡിയ ആണ്. പിന്നെ ഒരു സംഭവിച്ചത് ഇതുണ്ടോ, ഇത് ഇരിക്കുന്ന ഒരു ഹാങ്ങറാണ്. ഹാങ്ങറിലാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എസ് രാമോക്ക് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു രണ്ട് കിളികളിരിക്കുന്ന സാധനമാണ്. അതൊരു ടോയ് ആയിരുന്നു. പക്ഷെ ആ ടോയ് എന്റെ മകളുടെ കയ്യിൽ താഴെ വീണ് നശിച്ചു പോയി. അപ്പത്തേക്ക് ഞാനത് എന്തെടുത്തു, ഞാനത് കളയരുതല്ലോ, കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് അവർക്ക് ആഗ്രഹിച്ച് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ യൂസ്ഫുൾ ആക്കാൻ വേണ്ടി അത് ഞാൻ കട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് വെള്ളവും ഇതൊക്കെ വെക്കാൻ പറ്റിയ സാധനവും ചെയ്ത് അങ്ങനെ ഒരു കിളിക്കൂട് സെറ്റാക്കി വെച്ചിരിക്കുവാണ്. അത് ഇനി വേറെ സംഭവം ശരി, ഇതാണ് എൻ്റെ അടുത്ത ഓർഗനൈസ്ഡ് ബോക്സ്. ഇത് അതായത് എൻ്റെ അകത്ത് കണ്ടോ ഇങ്ങനെ, അതായത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ വാച്ചിന്റെ ഒക്കെ ഒരു കളക്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചില്ല അതൊക്കെ. പിന്നെ എൻ്റെ മകളുടെ ഒക്കെ ക്ലിപ്പൊക്കെ ഇതിൻ്റെ അകത്ത് ഇടുന്നത്. ഇതിൻ്റെ അകത്ത് എൻ്റെ കുഞ്ഞിന്റെ ബുഷ് കാര്യങ്ങളൊക്കെ, ഈ ക്ലിപ്സ് ബുഷ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ. ക്ലിപ്സും ബുഷും കാര്യങ്ങളൊക്കെയാണ്. മൂന്നാമത്തെ കള്ളിയില് പെണ്ണിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ്. അത് പെയിന്റ്, കാരണം പെയിന്റ് ചെയ്യുമ്പോൾ മസ്റ്റാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ബാച്ചിലറിന്റെ ആട്ടോ. ഇത് ഏത് ഷെയ്ഡാണെന്ന് ഇല്ല മാഞ്ഞത്. ഞാൻ യൂസിന്റെ ഷെയ്ഡ് ഏതാന്ന് പറയുന്നതായിരിക്കും. ഇതും അത് തന്നെയാണ്, സെയിം ഷെയ്ഡ് തന്നെയാണ്. ഇത് എൻ്റെ ഒരു പെർഫ്യൂമാണ്. ഇത് നമ്മുടെ ലിച്ചിയുടെ ഒരു സ്മെല്ല്, അതായത് ലിച്ചി ഫ്രൂട്ട് ഇല്ലേ, അതിൻ്റെ ഒരു സ്മെല്ലാണിത് കേട്ടോ.
ചെക്ക് ചെയ്തേക്കട്ടെ. ഓക്കെ, ശരിയാ. പിന്നെ ഒരു സിസ്റ്ററുണ്ട്, ഒരിതാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ലോക്കറ്റ് ഉണ്ട്. കണ്ടോ കണ്ടോ, ഇതിങ്ങനെ പിന്നെ കൊളുത്തി വെച്ചിരിക്കും. കാരണം പെട്ടെന്ന് പോകുമ്പോൾ ഡ്രസ്സേരോട് ഇങ്ങനെ പിൻ ചെയ്തോണ്ട് പോവാലോ. അടുത്തത് ഇനി കണ്ട് അലമാര. ഈ അലമാര കിഴക്കൊരു സീക്രട്ട് ഉണ്ട്. ഈ അലമാര വെച്ചിട്ട് ഇത് എൻ്റെ മകളുടെ വളക്കള ബാംഗിൾസ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഈ ഡ്രസ്സിനനുസരിച്ച് ബാംഗിൾസ് മാറ്റി വരുന്നല്ലോ. അത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്നെ അവൾക്ക് സെറ്റ് ചെയ്തതാണ് ഞാൻ. നമ്മുടെ പിന്നാണ് ഇത് വളച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ കാണിച്ചു തരാം, നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ വേറൊരു സംഭവം ഞാൻ ചെയ്തായിരുന്നേ. ഇതെനിക്ക് നമ്മുടെ എറണാകുളത്തെ മാർലിൻസിന് ഒരു ക്യാൻഡിൽ ഞാൻ വാങ്ങിച്ചായിരുന്നു. വെച്ചിട്ട് ഞാനിതൊരു ഐഡിയ വെറും ഇതിങ്ങനെ തിരിക്കുമ്പോ ലൈറ്റ് കത്തും. കണ്ടോ, റിവേഴ്സ് അടിക്കുമ്പോൾ ഒപ്പാവും. പിന്നെ തിരിക്കുമ്പോൾ ലൈറ്റ് കത്തും, റിവേഴ്സ്. കണ്ടോ, ഇത് എൻ്റെ ഐഡിയക്ക് വെച്ച് ചെയ്തേനെ. കാരണം ഞങ്ങളുടെ രൂപത്തിന്റെ അവിടെ തിരി കത്തിക്കാൻ പറ്റത്തില്ല, ഗ്യാപ്പില്ല. അപ്പം തിരി കത്തിപ്പിടിച്ചാലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥനയൊക്കെ വരുമ്പോഴത്തേക്കും കത്തിക്കാൻ വേണ്ടി ഇതല്ല. തിരിക്കുമ്പോൾ ലൈറ്റ് കത്തി. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചിരാവേ. ബാ, ഉണ്ടോ, സൂപ്പർ അല്ലേ? ഇനി വേറെ സംഭവം കാണിച്ചിരാവേ. ഞാൻ എൻ്റെ ഹസ്ബൻഡൊക്കെ വരുമ്പോൾ വല്ലപ്പോഴൊക്കെ പറയാലോ, ഹസ്ബൻഡുകാരെ വരത്തില്ല. ഹസ്ബൻഡ് ഇപ്പം ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി വരുമ്പോഴത്തേക്കും ഞങ്ങള് എൻ്റെ ഈ ടേബിളിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഒന്നും താഴ്ത്തിക്കോട്ടെ. അതായത് ഇത് ഈ ടേബിളിൽ കത്തിച്ച് വെക്കുന്ന. പിന്നെ അതേപോലെ തന്നെ ഇത് എപ്പോഴും ഇല്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ അകത്താണ് കത്തിച്ച് വെക്കാറുള്ളത്. ഇതിനകത്ത് ക്യാൻഡിൽ ഇല്ല, ഇതായിരുന്നു ഞാൻ കത്തിച്ച് കാണിച്ചു. വെയിറ്റ് ഇതിന് വേറൊരു സംഭവം കാണിച്ചിരാവേ. കണ്ടോ, ഇത് നമ്മുടെ അടുക്കളയിൽ കറുപ്പൗഡർ ഒക്കെ ഇടുന്ന സംഭവമാണ്. അത് ഞാൻ ഇങ്ങനെ രൂപത്തിൽ, അതായത് തീപ്പട്ടിയൊക്കെ ഇടുകയും ചെയ്യാം. തീപ്പട്ടി വരയ്ക്കാനുള്ള സംഭവം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടോണേ, ഫാൻ ഇടാൻ മകൾ കിടക്കുന്നുണ്ട്. ഫാൻ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, അവള് കരഞ്ഞാൽ പണിയാവും. ഹലോ, ഉണ്ടോ? ഹലോ, ഇങ്ങനെ പ്രകാശിക്കും, നല്ലൊരു ഇതല്ലേ? അതേപോലെ സംഭവമാണ് ഇത്. സ്റ്റാൻഡുവാണേ, അത് കത്തിക്കിരുന്നതും. വെറ്റിയും പക്കയല്ലേ? അപ്പം ഈ സാധനം മാറ്റി വെക്കും. ഇത് എപ്പോഴേക്കും പിള്ളേരല്ലേ, നശിപ്പിക്കും. പിന്നെ ഒരു ദിവസം ഞാൻ എൻ്റെ വോൾഡ്രോബിൻ്റെ ഇത് കാണിക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനം ചുമ്മാ കാണിക്കും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ റൂം ഫ്രഷ്. അതായത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഇത് അടിക്കുന്ന ഇതാണ്. വല്ലപ്പോഴല്ല, നമ്മുടെ വീട്ടിൽ ആരെയും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമല്ലോ, അവർ വരുമ്പോഴത്തേക്കും എയർ ഫ്രഷ്നറാണ് അടിക്കുന്നത്.
ഇത് ഫ്ലേവർ എയർ ഫ്രഷ്നർ മസ്ക് എന്ന് പറഞ്ഞൊരു ഇതാന്ന് തോന്നുന്നു. അല്ലാതെ ഞാനൊരു എയർ ഫ്രഷ്നർ അടിക്കുന്നുണ്ട്. ഇത് ഞാൻ വല്ലപ്പോഴൊക്കെ ഒരു റൂമൊക്കെ ഒന്ന് തുടയ്ക്കുമ്പോഴത്തേക്ക് മാത്രം അടിക്കാൻ വേണ്ടി എയർ ഫ്രഷ്നർ ഉണ്ട്. ലാവണ്ടറിന്റെ എയർ ഫ്രഷ്നറാണ്. ഒരു ബ്രാൻഡ് ആ ഒരു ബ്രാൻഡ്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ വാർഡ്രോബിന്റെ വീഡിയോ ചെയ്യാം മസ്റ്റായിട്ട്. പിന്നെ വേറെ സംഭവം റൂം ടൂർ ചുമ്മാ എന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു ഷെൽഫ് ഉണ്ടോ, വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് ഇത്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഞാനൊന്നും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സോപ്പ്, ബ്രഷ്, പിന്നെ അറിയാലോ ഈ സംഭവം. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു ലിപ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ ലിപ് ബാം ആണ്. ഒരു സ്ട്രോബെറി ഫ്ലേവർ ആണ്. പിന്നെ വൈറ്റ് ടോണിന്റെ ഒരു സംഭവമാണ്. ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ ഡയറ്റ് കഴിഞ്ഞു എന്നറിയിച്ച് 2027 വരെ ഉണ്ട്. ഇരിക്കട്ടെ, കളയണ്ട. ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം ആരെങ്കിലും യൂസ് ചെയ്തിട്ട് എന്താണെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞേക്കണേ. കാരണം അത് യൂസ് ചെയ്യുന്ന കൊള്ളാവും ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് അല്ലാതെ ഒരുങ്ങി പോകുമ്പോഴത്തേക്ക് നല്ലൊരു എൻ്റെ സ്കിൻ ടോണിന് ചേർന്ന് പോകുന്നുണ്ട്. അതായത് എന്തുവാ പറയുന്നത്, ഇത് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിപ്പുണ്ട്, അത്രയും പറയാം. പിന്നെ ബാക്കിയൊക്കെ ഞാൻ പിന്നെ ചെയ്യാം. പിന്നെ ഒരു വിറ്റാമിൻ സിയുടെ ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ട്, ഇതറിയാലോ. പിന്നെ ഞാൻ ഇതൊക്കെ ഉള്ളൂ അതിൻ്റെ കണക്കൊക്കെ. പിന്നെ യൂസ് ചെയ്ത് മസ്കിറ്റോ നെറ്റ്. ഇത് ഞാൻ ബാത്റൂമിനും മസ്കിറ്റോ നെറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അറിയാമല്ലോ, നമ്മുടെ അതിൽപ്പൊരു കൊതുക് കയറി ഇതല്ല ഒരു കൊതുക് അവിടെ ഇങ്ങനെയാവൻ കാറിപ്പിറന്ന് വരും. അതുകൊണ്ട് സേഫ് ആയിരുന്നു. അത് ഞാൻ കഥവിനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചിടാവേ. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഇതെന്റെ ഹസ്ബൻഡിന് എനിക്കൊരു ഷോപ്പിൽ നിന്ന് കിട്ടിയാണ്. എനിക്കിത് കളയാൻ തോന്നിയില്ല. ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അറിയാലോ, ഇതിന്റെ റിമോട്ടാണ്. ഈ ബാഗ് ഒരു +1+2 സമയത്ത് എനിക്കിത് ഉണ്ടായിരുന്ന ബാഗാണ്. ഞാൻ അതായത് ബെഡിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ ഉപയോഗിക്കുന്ന ചെക്ക് ചെയ്യുന്ന ഡയറി. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ എഴുതി വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഒരു ടോർച്ച് കാണും, ഒരു വിക്ക് കാണും. അറ്റ്ലീസ്റ്റ് കറണ്ട് പോയാൽ ഫോണിന്റെ ശരിയിരിക്കാം. ഇത് അത്യാവശ്യം ഫോൺ പെട്ടെന്ന് ചൂടാവുന്നുണ്ട്, ഞാനങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇത്രയൊക്കെ ഉള്ളു. പിന്നെ സാധനം ഇതല്ലോ, ഇത് എൻ്റെ ഒരു ബാഗാണ്. അതിപ്പം ഒന്നും ഞാനങ്ങനെ വെച്ചിട്ടില്ല, വെക്കണം. അപ്പം എൻ്റെ ആവശ്യമില്ല. അപ്പം
അപ്പം ഞാൻ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിന് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫോട്ടോ ഒക്കെയാണ്. അപ്പം ഫസ്റ്റ് ഇത് ഞാൻ ചെയ്തേട്ടോ. ഒരു ചുമ്മാ ഇതുപോലെ ഒരു ഉണ്ണീഷോ, ഒരു പെൻ സ്റ്റാൻഡ്, ഇത് ഒരു മിറർ, ഇത് കണ്ടോ, ചുമ്മാ ഒരു പേപ്പറിനകത്ത് ക്ലോത്ത് ഇട്ടിച്ച് വെച്ചിരിക്കുക കേട്ടോ, ഈ ചീപ്പൊക്കെ വെക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ ഒരു പെട്ടെന്ന് ഒരാവശ്യത്തിന് ഒരുങ്ങാണ്ട് വരുമ്പോൾ ഒരു സാധനവും കാണാറില്ല. ഓക്കെ, ബൈ ബൈ.